നമസ്കാരം. തീവ്രവാദ പ്രവർത്തനങ്ങൾ ആരോപിക്കപ്പെടുന്ന പാകിസ്ഥാൻ ഇന്റർ സർവീസ് ഇന്റലിജൻസ് അഥവാ ISI ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് തങ്ങളുടെ പരിശീലന പദ്ധതി നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2006 മുംബൈയിൽ സംഭവിച്ച ട്രെയിൻ ബോംബ് സ്ഫോടനം, 2008 മുംബൈ ആക്രമണം എന്നീ തീവ്രവാദ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പാകിസ്ഥാൻ പ്രാഥമിക രഹസ്യാന്വേഷണ ഏജൻസിയായ ISIക്കെതിരെ ഉയർന്നിട്ടുണ്ട്. നിലവിൽ ബംഗ്ലാദേശ് കേന്ദ്രമാക്കി റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കും മറ്റ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കും ISI പരിശീലനം നൽകുന്നുവെന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ആശങ്കാജനകമാണ്. രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഇത് വൻ ഭീഷണി സൃഷ്ടിക്കുന്നു. നിലവിൽ ബംഗ്ലാദേശിലെ ബാൻഡർബാൻ ജില്ലയിൽപ്പെടുന്ന നൈഗോഞ്ചഗിരി ഉപജില്ലയിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കും ബ്രഹ്മാൻ ബാരിയ ജില്ലയിലെ ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ISI ട്രെയിനിംഗ് നൽകുന്നതായാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശിന്റെ ബ്രഹ്മാൻ ബാരിയ പ്രദേശം ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളായ ത്രിപുര, മേഘാലയ എന്നിവയോട് അടുത്ത പ്രദേശമാണെന്നതും ശ്രദ്ധേയം. ISIയുടെ ട്രെയിനിങ്ങുകൾക്ക് മേൽനോട്ടം നൽകുന്നത് പാകിസ്ഥാന്റെ ആർമിയിൽ നിന്ന് വിരമിച്ച സൈനികരുടെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതിനിടെ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ ചില സുപ്രധാന നീക്കങ്ങൾ നടത്തിയിരുന്നു. വിസ നയത്തിലെ മാറ്റങ്ങളാണ് അതിൽ പ്രധാനം. വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് പാകിസ്ഥാൻ പൗരന്മാർക്ക് സുരക്ഷാ ക്ലിയറൻസ് നേരിടേണ്ടതിന്റെ ആവശ്യകത അങ്ങനെ ഒഴിവാക്കുകയുണ്ടായി. അതുപോലെ ഉൾഫ തലവിന്റെ വധശിക്ഷയിൽ ഇളവനുവദിച്ച് തീവ്രവാദികൾക്ക് അനുകൂല നിലപാടും യൂനുസ് സർക്കാർ സ്വീകരിക്കുകയുണ്ടായി. ഇത്തരം നീക്കങ്ങൾക്കൊപ്പമാണ് ബംഗ്ലാദേശിലുടനീളം ISIയുടെ പരിശീലന പരിപാടി അരങ്ങേറുന്നത്. രാജ്യത്തെ മതപഠനശാലകൾ പോലും കേന്ദ്രീകരിച്ച് ISI തങ്ങളുടെ പരിശീലന പരിപാടികൾ നടത്തിവരുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അവർ നടത്തുന്ന ഗറില്ല ഓപ്പറേഷൻ പരിശീലനത്തിൽ മുൻ സൈനികരെന്ന പോലെ ബംഗ്ലാദേശ് ആർമിയുടെ പാരാ കമാൻഡോസ് ബ്രിഗേഡിലെ ഉദ്യോഗസ്ഥരും അണിനിരന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അവിടുത്തെ ഇടക്കാല സർക്കാരിന്റെ സമ്മതത്തോടെയും യോജിപ്പോടെയുമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നത് എന്നതാണ്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തകർച്ചയെ തുടർന്ന് ഇടക്കാല സർക്കാർ ഉണ്ടാക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ ബംഗ്ലാദേശിന് പാകിസ്ഥാനുമായുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് മുഹമ്മദ് യൂനുസ് സ്വീകരിച്ചതെന്ന് വ്യക്തമാണ്. 18നും 30നും ഇടയിൽ പ്രായമുള്ള 50-ൽ പരം റോഹിംഗ്യകൾക്കും 75ഓളം വരുന്ന മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഒപ്പം അൻസാറുള്ള ബംഗ്ലാ ടീം അഥവാ ABTക്കും ഹിസ്ബുത് തഹ്രീർ എന്നീ തീവ്രവാദ സംഘടനകൾക്കുമായി ആയുധ സ്ഫോടന പരിശീലനമാണ് ISI ശക്തിപ്പെടുത്തി വരുന്നത്. നൈഗോങ്ചാരി, ബ്രഹ്മാൻ ബാരിയ ജില്ലകളെ കൂടാതെ ഖാദിര നഗർ നാഷണൽ പാർക്കിന് സമീപ പ്രദേശമായ സെലഹറ്റ് കേന്ദ്രീകരിച്ചും ഇത്തരം പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വരുന്നതായാണ് ലഭ്യമാകുന്ന വിവരം. വിവിധ വൃത്തങ്ങളും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയും സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിൽ പാകിസ്ഥാന്റെ പ്രാഥമിക രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ പ്രവർത്തനം നടക്കുന്നത് ഇതാദ്യമായല്ല. 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പാകിസ്ഥാന്റെ ഇടപെടൽ ഗണ്യമായി കുറഞ്ഞുവെങ്കിലും 1975 ISI ബംഗ്ലാദേശിൽ തങ്ങളുടെ ശൃംഖല സ്ഥാപിക്കാൻ തുടങ്ങി. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തെ എതിർത്ത ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ ബംഗ്ലാദേശിലെ വിമോചന വിരുദ്ധ ശക്തികൾക്ക് ISI പിന്തുണ നൽകിയതായാണ് പറയപ്പെടുന്നത്. കൂടാതെ ഹർഗത്ത് ഉൽ ജിഹാദ് അൽ ഇസ്ലാമി, ജാഗ്രത മുസ്ലിം ജനത ബംഗ്ലാദേശ് എന്നിവയുൾപ്പെടെ ബംഗ്ലാദേശിലെ വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇവർ പരിശീലനവും ധനസഹായവും നൽകുകയും ചെയ്തതായി റിപ്പോർട്ടുകളും വന്നിരുന്നു. 2004 ധാക്കയിൽ നടന്ന അവാമി ലീഗ് റാലിക്ക് നേരെയുണ്ടായ ഗ്രനേഡ് ആക്രമണം ഉൾപ്പെടെ വിവിധ തീവ്രവാദ പ്രവർത്തനങ്ങളും ISIയുമായി ഉയർന്നു വന്നിരുന്നു. നിലവിലെ ബംഗ്ലാദേശിലെ ISI ഇടപെടൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകൾക്കും പരിശീലനം നൽകുന്നു എന്നതിനാൽ ഇത് ഇന്ത്യ ഒരു മുന്നറിയിപ്പ് കണക്കെ സമീപിക്കേണ്ടതാണ്. ബംഗ്ലാദേശിലെ ISIയുടെ പ്രവർത്തനങ്ങൾ ഉയർത്തുന്ന ഭീഷണിയോട് പ്രതികരിക്കുന്നതിൽ ഇന്ത്യ സജീവമാകേണ്ടതിന്റെ സൂചനയാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകുന്നത്. രാജ്യത്തിന്റെ ഇന്റലിജൻസ് ശേഖരണം വർദ്ധിപ്പിക്കുക, അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുക, ബംഗ്ലാദേശുമായുള്ള നിരന്തര ഇടപെടൽ എന്നിങ്ങനെ നിരവധി നടപടികൾ ഇന്ത്യ സ്വീകരിക്കണമെന്നാണ് ഇതു സംബന്ധിച്ച വൃത്തങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇതിനായി ഒരു ബഹുമുഖ സമീപനം രാജ്യം സ്വീകരിക്കേണ്ടതായുണ്ട്. വാർത്തയുടെ നിറം തേടി തനിനിറം.